ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെറ്റ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എന്നും കൂടെ ഒന്നൊരു ഇൻഫർമേഷൻ. ഇത് കുറെ പേര് ചോദിച്ചിരുന്നു. ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വരുന്ന കോട്ടണിൽ വരുന്ന സെറ്റാണ് കേട്ടോ, വിത്ത് ഷിഫോൺ ദുപ്പട്ടയാണ്. ഇതിന്റെ സെയിം സെറ്റ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. കുറെ പേര് ചോദിച്ചിരുന്നു. ഇങ്ങനെയുള്ള നമ്മൾ ഹാൻഡ് ബ്ലോക്സ് വരുന്ന കോട്ടൺ സെറ്റുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ വാഷ് ചെയ്യുമ്പോൾ കളർ ഗാർഡ് വെച്ചിട്ടൊന്ന് വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അതിന്റെ ഡൈ പോകുന്നുണ്ട്. അപ്പൊ അത് കളർ ഗാർഡ് വെച്ചിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പവും വരില്ല. അപ്പോൾ ഈ ഒരു സെറ്റ് പ്രൈസ് വരുന്നത് 1350 ആണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ഇടാം. ഈ ഒരു സെറ്റ് പ്രൈസ് ചെയ്യുന്നത് 1350. ഇനി നമ്മൾ ഇന്ന് കാണുന്നത് ദോറിയ കോട്ടയിൽ വരുന്ന സെറ്റുകളാണ് കേട്ടോ. എല്ലാം കോട്ടൺ കോട്ടയാണ്. ദോറിയ കോട്ടയിൽ ഇങ്ങനെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ്സ് വരുന്ന സെറ്റുകളാണ്. നമ്മൾ ഫസ്റ്റ് ഇപ്പൊ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് കോട്ടണിൽ ഹാൻഡ് ബ്ലോക്സ് ആണ്. ഇത് ദോറിയ കോട്ടയിൽ ഹാൻഡ് ബ്ലോക്സ് ആണ് കേട്ടോ. ഇതിലും നമുക്ക് ഇങ്ങനെ ബോർഡേഴ്സ് വരുന്നുണ്ട്. ഇതിങ്ങനെ 1 ലെയർ പിടിച്ചതിന്റെ പ്രിന്റ് കാണില്ലേ, ഇങ്ങനെ ബോർഡേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ഈ ബോർഡേഴ്സ് ഒക്കെ എടുത്ത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാം. കോളറോ ഇല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഇങ്ങനെ ബോർഡേഴ്സ് വെച്ചിട്ട് സ്റ്റിച്ചിങ് പാറ്റേൺ കൊടുക്കാൻ പറ്റുന്ന സെറ്റുകളാണ്. ഇങ്ങനെ ദോറിയ കോട്ടയില് ടോപ്പ് പോർഷൻ വരുന്നു. ദുപ്പട്ട വരുന്നതും ദോറിയ കോട്ട തന്നെ, നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാനായിട്ട്. ഇങ്ങനെ ഗോൾഡൻ സെറി ബോർഡേഴ്സ് വരുന്നുണ്ട്. 2.5 മീറ്റേഴ്സ് ലെങ്ത് വരുന്നുണ്ട് ടോപ്പും അതുപോലെ ദുപ്പട്ടയും. ബോട്ടം വരുന്നത് പ്യുർ കോട്ടൺ ആണ്. കോട്ടണിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ്സ് വരുന്ന ബോട്ടം പീസ് ആണ് കേട്ടോ. ഇങ്ങനെ ഗ്രേ കളർ തന്നെ, എല്ലാം ഈ ഒരു സെൽഫ് ഷെയ്ഡഡ് തന്നെയാണ്. ഇങ്ങനെയാണ് വ്യൂ വരുന്നത്. പ്രൈസ് ചെയ്യുന്നത് 1790. ദോറിയ കോട്ടയിൽ തന്നെ വരുന്ന നെക്സ്റ്റ് സെറ്റ് കേട്ടോ, നല്ലൊരു ഒലിവ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന സെറ്റാണ്. പ്രിന്റ് ഒക്കെ അതുപോലെ തന്നെയാണ്. ഇതിലും നമുക്ക് ബോർഡേഴ്സ് വരുന്നുണ്ട് കേട്ടോ, മറ്റേ പോലെ തന്നെ ബോർഡേഴ്സ് വരുന്നുണ്ട്. കളർ ചേഞ്ചസ് ആണ്. ഇതൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം വന്നിട്ട് അത് റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞ പീസുകളാണ്. ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ ഇപ്രാവശ്യം നോക്കി എടുക്കാം കേട്ടോ. ബോട്ടം പീസ് ഇങ്ങനെ ഗ്രീനില് ഗ്രീൻ പ്രിന്റ് തന്നെയാണ് വരുന്നത്. ദോറിയ കോട്ട തന്നെ ദുപ്പട്ടയും കേട്ടോ ഇങ്ങനെയാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആണ്, നല്ല എലഗന്റ് ആണ് ഈ സെറ്റുകളെല്ലാം. വേറെ ഇതൊരു അറിയാം, അത്രയും കംഫർട്ടബിൾ ആണ്. പ്രൈസ് സെയിം തന്നെ 1790. ദോറിയ കോട്ടയിൽ വരുന്ന നെക്സ്റ്റ് സെറ്റ് ചെറി റെഡ് ഷെയ്ഡ് ആണ് കേട്ടോ. ചെറി റെഡ്, ദോറിയ കോട്ടയൊന്നും വല്ലാതെ ബ്രൈറ്റ് ഷെയ്ഡ്സ് അല്ല. ചിലപ്പോൾ വീഡിയോയിൽ ഒരു ചെറിയ ഗ്ലോ കയറി വരുന്നുണ്ടാവും, പക്ഷെ ഇതെല്ലാം സട്ടിൽ ഷെയ്ഡ്സ് ആണ്. ചെറി റെഡില് ഇങ്ങനെയുള്ള ബ്ലോക്ക് പ്രിന്റുകളാണ് വരുന്നത്. ഇതിലും ബോർഡേഴ്സ് ഇങ്ങനെയാണ് കേട്ടോ. ഇതിൽ ത്രൂ ഔട്ട് ഈ ഒരു ബോർഡേഴ്സ് വരുന്നുണ്ട്. 2.5 മീറ്റേഴ്സ് ലെങ്ത് വരുന്ന സെറ്റ്. നല്ല കോട്ടൺ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ, എന്നാലും എന്തിന് നന്നായി ലാസ്റ്റ് ചെയ്യുള്ളൂ. ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ദോറിയ കോട്ട ദുപ്പട്ടയില് ഇങ്ങനെ ബ്ലോക്ക് പ്രിന്റ്സും ത്രൂ ഔട്ട് ഈ ഒരു ഗോൾഡൻ ജെറി ബോർഡേഴ്സും വരുന്നുണ്ട്. ബോട്ടം പീസ് പ്യുർ കോട്ടണിൽ ഇങ്ങനെയുള്ള ബാട്ടിക് പ്രിന്റുകളാണ് കേട്ടോ. ഇങ്ങനെയാണ് സെറ്റിന്റെ വ്യൂ വരുന്നത്. പ്രൈസ് ചെയ്യുന്നത് 1790. അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ദോറിയ കോട്ടയിൽ വരുന്ന കളക്ഷൻസ് ആണ് നമ്മൾ കണ്ടത്. നല്ല കംഫർട്ടബിൾ ആണ്, നമുക്ക് വെയർ ചെയ്യാനായിട്ട് നല്ല എലഗന്റ് ലുക്കാണ് ഈ ഒരു ദോറിയ കോട്ട സെറ്റ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, ഇല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ അവൈലബിലിറ്റി ലഭിക്കുന്നതായിരിക്കും കേട്ടോ. നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വഴിയും DTDC കൊറിയർ സർവീസ് വഴിയായിട്ടാണ് പാഴ്സൽസ് ഡെസ്പാച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതിയോ. ഇനിയും പുതിയ കളക്ഷൻസ് കാണാം. ബൈ.